കോഴിക്കോട് ബീച്ചിൽ കഞ്ചാവ് ഉണക്കാനിട്ട് കൂടെ കിടന്നുറങ്ങിയ യുവാവ് 370 ഗ്രാം കഞ്ചാവുമായി വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫി പോലീസിന്റെ പിടിയിലായി. രാവിലെ ബീച്ചിൽ വ്യായാമത്തിന് എത്തിയവരാണ് ഇയാളെ കണ്ടത്. നമ്മൾ സാധാരണയായി അരി, ഗോതമ്പ്, കൊപ്രയൊക്കെ ഉണക്കാനിട്ട് അതിനിങ്ങനെ കാവൽ നിൽക്കാറുണ്ട്. കാക്കയോ മറ്റോ വന്ന് കൊത്തിക്കൊണ്ടുപോകുന്നതൊക്കെ ഒഴിവാക്കാൻ. ഇനി കോഴിക്കോട് ബീച്ചിലുണ്ടായ കാഴ്ച ഒരു കടലാസിൽ കഞ്ചാവ് അത് വിരിച്ച് അതിന് സമീപത്ത് യുവാവ് കിടന്നുറങ്ങുന്നതാണ്. രാവിലെ ബീച്ചിൽ നടക്കാൻ വന്ന ആളുകളൊക്കെയാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ആദ്യമേ ഇത് കഞ്ചാവാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നീട് അടുത്തെത്തി നോക്കിയ സമയത്ത് കഞ്ചാവാണെന്ന് ഉറപ്പിക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. കഞ്ചാവ് ഉണക്കാനിട്ടിട്ട് കിടന്നുറങ്ങിയത് കോഴിക്കോട് ബീച്ചിൽ. വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫി എന്നാണ് പേര്. നേരിയ നനവുണ്ടായത് കൊണ്ടാണ് ബീച്ചിൽ ഇങ്ങനെ വിരിച്ചുണങ്ങാനിട്ടത് എന്നാണ് ഇയാൾ പോലീസിനോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. 370 ഗ്രാം കഞ്ചാവാണ്. നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ച് തുടർന്ന് വെള്ളയിൽ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വല്ലാത്തൊരു കാഴ്ചയായി പോയി ബീച്ചിലല്ലേ. ബീച്ചിൽ മദ്യപിക്കുന്നവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും പോകുന്നതും വരുന്നതെല്ലാം നിരന്തരമായി കാണുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച, ഒരു കൊപ്ര ഉണക്കാനിടുന്നത് പോലെ അല്ലെങ്കിൽ നെല്ല് ഉണക്കാനിടുന്നത് പോലെയുള്ള കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. പകുതിയിലേറെ പ്രാവുകളും മറ്റു കിളികളൊക്കെ വന്ന് തിന്ന് തീർന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് എന്താക്കിയത് പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ 6 മണിയാകുമ്പോഴേക്ക് തന്നെ ഏറ്റവും കൂടുതൽ പ്രാവുകൾ വന്ന് ഭക്ഷിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെയുള്ള കാക്കിയും പ്രാവൊക്കെ കിറങ്ങി നടക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. കുറെ പ്രാവുകൾ അകത്തന്നെ ഇരിക്കുകയാണ്, ഇവിടുന്ന് പോകുന്നില്ല. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, പ്രാവ് തലയിൽ നാത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാവൊക്കെ ഇനി എഴുന്നേറ്റ് പോകണമെങ്കിൽ കിക്ക് വിട്ടല്ലേ പോകാൻ കഴിയുള്ളൂ എന്ന് തോന്നുന്നത്. ബീച്ച് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉൾപ്പെടെ ഉപയോഗം അല്ലെങ്കിൽ വിൽപ്പന നടക്കുന്നു എന്നതിൻ്റെ ഒരു അല്ലേ. ഇപ്പോൾ പുതുതായി ഇറങ്ങിയ നിലവിലുണ്ടായിരുന്ന ഒരു വലിയൊരു ടീമുണ്ടായിരുന്നു. ഒരു 10-15ഓളം പയ്യന്മാർ, ഒരു 20 വയസ്സിന് താഴെയുള്ള പയ്യന്മാരാണ് ഇതൊക്കെ വിൽപ്പന നടത്തിയതും ഉപയോഗിച്ചതും ഈ മോഷണങ്ങളൊക്കെ നടത്തി. അവരൊക്കെ വെള്ളയിൽ പോലീസ് ഒരു പരിധി വരെ എന്തായിട്ടുണ്ട്, ഇവിടുന്ന് ഓടിക്കുകയും പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പോൾ പുതിയ പുതിയ ബാച്ചുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ഒന്നും കൂടി സീനിയറായ ഒരു 13+ മുകളിൽ 30ൻ്റെ മുകളിൽ പ്രായമുള്ള പഴയ ക്രിമിനൽ ടൗണിലുണ്ടായിരുന്ന പിടിച്ചോറിയും പൊക്കരടിക്കാരൊക്കെ ഇപ്പോൾ ബീച്ചിലാണ് കൂടുതൽ തിരിഞ്ഞറിക്കുന്നത്. നമ്മൾ ഇന്നലെയും ഇന്നെല്ലാം കടലിന് മുന്നിലൂടെ പോകുമ്പോൾ ബൈക്കിൻ്റെ മരിങ്ങിൽ പരിസരത്ത് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ബൈക്കുകളിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്ന മയക്കുമരുന്നുകൾ ആരെങ്കിലും ഓർഡർ ചെയ്താൽ കോഴിക്കോട് ബീച്ചിലേക്ക് വരാനാണ് പറയുന്നത്. കാരണം ബീച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ ക്രൗഡിനിടയിൽ നിന്ന് ഒരാൾക്ക് ഒരു സാധനം കൈമാറാന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. രാത്രി വന്ന യുവാവാണ് ഇത് ഈ കഞ്ചാവ് ഉപയോഗിച്ച് ഓഫായി പോയതാണോ എന്ന് ഏതായാലും അറിയില്ല. പോലീസ് ഇയാളുടെ വൈദ്യപരിശോധന അടക്കം നടത്തിയാലേ അങ്ങനെ പറയാനും കഴിയുകയുള്ളൂ. മുഹമ്മദ് റാഫി ഏതായാലും മുൻപും നിരവധി തവണ കഞ്ചാവ് വലിച്ചതിന് വെള്ളയിൽ പോലീസ് തന്നെ എടുത്ത കേസുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്.